നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാന പ്രൊജക്റ്റായ ഗഗൻയാനെ കുറിച്ചും അതിനു പിന്നിൽ പ്രവർത്തിച്ച ഒരു യുവ പ്രതിഭയെ കുറിച്ചുമാണ്. ആ യുവ പ്രതിഭയുടെ പേര് ശുഭാംശു ശുക്ല എന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ മുഖ്യമായും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഗഗൻയാൻ പ്രൊജക്ട്, എന്താണ് അതുകൊണ്ടുള്ള ലക്ഷ്യം, അതിലേക്ക് ശുഭാംശു ശുക്ലയുടെ സംഭാവന എന്താണ്. ഈ മൂന്ന് വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക രംഗം ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ശക്തിയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ശുഭാംശു ശുക്ല. ഗഗൻയാൻ പോലുള്ള പ്രയാസകരമായ പല ദൗത്യങ്ങളും മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശുഭാംശു ശുക്ല. ഉത്തർപ്രദേശിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ശുഭാംശു ശുക്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ബഹിരാകാശത്തിലും ശാസ്ത്രത്തിലും ഒരേപോലെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പഠിത്തം പൂർത്തിയായതോടെ മികച്ച റാങ്കോടെ ISROയിൽ ചേർന്നു. ശാസ്ത്രം, ആകാശം, നവീകരണം എന്നീ മൂന്ന് പദങ്ങൾ ചേർന്ന ഒരു വ്യക്തിയാണ് ശുഭാംശു ശുക്ല. ISROയിൽ അദ്ദേഹത്തിന്റെ മികച്ച സാന്നിധ്യം പ്രകടമായിരുന്നു, പ്രത്യേകിച്ച് ഗഗൻയാൻ പദ്ധതിയിൽ. എന്താണ് ഗഗൻയാൻ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. ഗഗൻയാൻ ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയാണിത്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ നമ്മുടെ നാടിന്റെ ലാബിൽ പരിശീലിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ വിക്ഷേപിക്കുന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ഇവയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കുക. 400 കിലോമീറ്റർ ഉയരത്തിൽ 3 ദിവസത്തിൽ ബഹിരാകാശത്ത് താമസം. സേഫ്റ്റിയും റിക്കവറി സാധനങ്ങളും പരീക്ഷിക്കുക. ഇന്ത്യയെ ബഹിരാകാശ ശക്തികളിൽ ഒന്നായി മാറ്റുക. ഇവയൊക്കെയാണ് ഗഗൻയാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി ശുഭാംശു ശുക്ലയുടെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗഗൻയാൻ സാങ്കേതിക സംവിധാനങ്ങളിലേക്കുള്ള പ്രധാന സംഭാവനകളിൽ ഒന്നായിരുന്നു ശുഭാംശു ശുക്ലയുടെ പങ്ക്. റോക്കറ്റ് സുരക്ഷ, ക്യാപ്സ്യൂൾ ടെസ്റ്റിംഗ്, ഓക്സിജൻ സംവിധാനങ്ങൾ എന്നീ നിരവധി ടെക്നിക്കൽ മേഖലകളിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. എന്താണ് ഗഗൻയാനിലെ ക്യാപ്സ്യൂൾ ടെസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഗഗൻയാനിൽ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ഒരുപാട് സുരക്ഷിതത്വപരമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. ഈ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ക്രൂ മൊഡ്യൂൾ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്ന് അറിയപ്പെടുന്നത്. ക്യാപ്സ്യൂൾ ടെസ്റ്റിംഗ് എന്നത് ഈ ക്രൂഡ് മൊഡ്യൂൾ സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തുന്ന നിരവധി പരീക്ഷണങ്ങളുടെ ഒരു ഭാഗമാണ്. ഇനി ക്യാപ്സ്യൂൾ ടെസ്റ്റിന്റെ പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പ്രഷർ ആൻഡ് എമർജൻസി ടെസ്റ്റ്, സെക്കൻഡ് വൺ റീ എൻട്രി ഹീറ്റ് ഷീൽഡ് ടെസ്റ്റ്, തേർഡ് വൺ വൈബ്രേഷൻ ആൻഡ് ഷോക്ക് ടെസ്റ്റ്, ഫോർത്ത് വൺ വാട്ടർ ലാൻഡിംഗ് ആൻഡ് സ്ലാഷ് ഡൗൺ ടെസ്റ്റ്, ഫിഫ്ത്ത് വൺ എമർജൻസി എബോർട്ട് സിസ്റ്റം ടെസ്റ്റ്. ഇതൊക്കെയാണ് ഗഗൻയാനിലെ ക്യാപ്സ്യൂൾ ടെസ്റ്റിന്റെ പ്രധാന ഘട്ടങ്ങൾ. ഇനി ഇവ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബഹിരാകാശ യാത്രയിൽ -100°C മുതൽ +100°C വരെ താപനിലയും മർദ്ദവും നേരിടേണ്ടതായിട്ട് വരുന്നു. അതിനെ സജീവമാക്കാനായിട്ട് അല്ലെങ്കിൽ അത് നേരിടാനായിട്ട് ക്യാപ്സ്യൂൾ ടെസ്റ്റിൽ പല താപനിലയിലും മർദ്ദത്തിനുമുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നതിനെയാണ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ താപനിലയിൽ വ്യത്യാസം വരാം. ഭൂമിയിലേക്ക് എത്തിയ ശേഷം താപനില 2000°C വരെ ആകാം. ഇതിനെ പ്രതിരോധിക്കുന്ന ഒന്നാണ് ഹീറ്റ് ഷീൽഡ് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഗഗൻയാനിലെ ക്യാപ്സ്യൂൾ ടെസ്റ്റിന്റെ രണ്ടാമത്തെ ടെസ്റ്റാണ് റീ എൻട്രി ഹീറ്റ് ഷീൽഡ് ടെസ്റ്റ്. അത് വളരെ ശക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായക ടെസ്റ്റാണ്. റോക്കറ്റിൽ സഞ്ചരിക്കുമ്പോൾ ക്യാപ്സ്യൂളിൽ വലിയ അകമ്പടി, തട്ടലുകൾ, വൈബ്രേഷനുകൾ എന്നിവ നേരിടേണ്ടി വരും. ഇത് സഹിക്കാമോ എന്ന് പരീക്ഷിക്കുന്ന ഒരു ടെസ്റ്റാണ്. അതായത് വലിയ വൈബ്രേഷൻ മെഷീനുകൾ ഉപയോഗിച്ച് ഇതിന്റെ പരീക്ഷണം നടത്തും. അതിനെയാണ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്യാപ്സ്യൂൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ സമുദ്രത്തിലായിരിക്കും ഇറങ്ങുക. അതിനാൽ അവ ശക്തിയുള്ളതും ക്യാപ്സ്യൂൾ തെറിച്ചു വീഴുമ്പോൾ ഉറപ്പും ബലവും ഉള്ളതാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് വാട്ടർ ലാൻഡിംഗ് ആൻഡ് സ്ലാഷ് ഡൗൺ ടെസ്റ്റ്. ഇത് പ്രത്യേക വെള്ള ടാങ്കുകളിലോ അല്ലെങ്കിൽ ഓപ്പൺ സീയിലാണോ ഇതിന്റെ ട്രയൽ നടത്തുക. ബഹിരാകാശ യാത്രക്കിടയിൽ അപകടമുണ്ടായാൽ ആസ്ട്രോണറ്റ്സിനെ രക്ഷിക്കാനായി ക്യാപ്സ്യൂൾ വെവ്വേറെയായി വിഘടിക്കും. ഇതിനെ പറയുന്നതാണ്
എമർജൻസി എബോർട്ട് സിസ്റ്റം ടെസ്റ്റ് എന്ന്. ഇത്രയും ടെസ്റ്റുകൾക്ക് വിധേയമായിട്ടാണ് ഗഗൻയാൻ സംഘം യാത്ര തിരിക്കുന്നത്. അതിനൊപ്പം റഷ്യയിലേക്ക് പരിശീലനത്തിനായി പോകുന്ന ആസ്ട്രോനറ്റുകൾക്ക് പിന്തുണയും അതേപോലെ സംവരണ സംവിധാനങ്ങൾ ഒരുക്കിയതിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ശുഭാംശു ശുക്ല ഈ യാത്ര ആരംഭിക്കുന്നത് 2025 ജൂൺ 25-ാം തീയതിയാണ്. ഇതോടുകൂടി തന്നെ ശുഭാംശു ശുക്ലയ്ക്ക് പുതിയൊരു റെക്കോർഡ് ലഭിച്ചിരിക്കുകയാണ്. ISS-ൽ ആദ്യമായി സ്ഥിരമായി താമസിച്ച ആദ്യ പൗരനാണ് ഇപ്പോൾ ശുഭാംശു ശുക്ല. അദ്ദേഹം ഈ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എടുത്ത ഒരു ചിത്രം, തന്റെ ഭാര്യയോടൊപ്പമുള്ള ചിത്രമാണ് ഞാൻ എന്റെ തംബ്നെയിലും യൂസ് ചെയ്തിരിക്കുന്നത്. വികാരഭരിതമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം തുടർച്ചയായി ISS-ൽ 18 ദിവസം പൂർത്തിയാക്കി ജൂലൈ 14-ന് തിരിച്ച് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശാസ്ത്രപരമായ സംഭാവനകൾ കൂടി നമുക്കൊന്ന് നോക്കാം. മേധേ വിത്തുകളുടെ വളർച്ച, സ്ക്രീൻ സമയം മസ്തിഷ്കത്തെ എങ്ങനെ ബാധിക്കുന്നു, മൈക്രോസ്കോപ്പിക് ജീവികൾ ബഹിരാകാശത്തിൽ എങ്ങനെ ജീവിക്കുന്നു, ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശാസ്ത്രപരമായിട്ടുള്ള സംഭാവനകൾ. മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.